Hi my dear and dearest ones, welcome to Eagle Learning. നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ്. നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മാർക്കിന്റെ 25ഓളം ചോദ്യങ്ങളാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം പറയാം, ഒരു മാർക്ക് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണ്, ഒരു മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെയാണ് ഈ ചോദ്യങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. 100% നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ സ്വന്തം മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യണം. കാരണം അവരും ഇത്തവണത്തെ 8ാം ക്ലാസ്സിന്റെ എക്സാം നന്നായിട്ട് എഴുതട്ടെ. കെമിസ്ട്രിയിലെ ഫുൾ മാർക്ക് അവരും സ്കോർ ചെയ്യട്ടെ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ എടുത്തു പറയാണ്, എക്സാമിന് ചോദിക്കുന്ന എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം, ഡാഷ് ഇസ് ആൻ ഇലാസ്റ്റിക് പോളിമർ. ഇലാസ്റ്റിക് സ്വഭാവമുള്ള പോളിമർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇറ്റ് ഇസ് ദ റബ്ബർ അല്ലെ. ഇലാസ്റ്റിക് പോളിമർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ റബ്ബർ ആണ്. റബ്ബർ റിലേറ്റഡ് ആയിട്ട് വേറൊരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട്. എന്താണ്? ദ മോണോമർ ഓഫ് ദ പോളിമർ റബ്ബർ ഇസ്. റബ്ബർ എന്ന പോളിമറിന്റെ മോണോമർ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ആൻസർ ഏതാണ്? ഇറ്റ് ഇസ് ഐസോപ്രിൻ. ഏതാണ്? ഐസോപ്രിൻ എന്നുള്ളതാണ് റബ്ബറിന്റെ മോണോമർ ആയിട്ട് നമുക്ക് വരുന്നത്. റബ്ബറിനെ നമ്മൾ എന്തും പറയാറുണ്ട്? പോളി ഐസോപ്രിൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് സോളിഡ്സ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻടു ഗ്യാസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഇൻടു ലിക്വിഡ് ഓൺ ഹീറ്റിംഗ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായിട്ട് മാറുന്ന ഖരപദാർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ സോൾട്ട്, കറിയുപ്പ്, പഞ്ചസാര, ഷുഗർ, വാക്സ്, മെഴുക്, ക്യാംഫർ, കർപ്പൂരം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? കർപ്പൂരമാണ് അല്ലെ. ക്യാംഫർ ആണ്. കാരണം എന്താണ്? ക്യാംഫർ സോളിഡിൽ നിന്ന് ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഖരത്തിൽ നിന്ന് എന്താണ്? വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോണോമർ ആണെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്റ്റാർച്ചിന്റെ പ്രത്യേകത? അതൊരു പോളിമർ ആണല്ലേ. നമുക്ക് പറയാം സ്റ്റാർച്ച് എന്ന് പറയുന്നത് പോളിമർ ആണ്. ഇതേ ചോദ്യം എങ്ങനെയും ചോദിക്കാം. സ്റ്റാർച്ചിന്റെ മോണോമർ ഏതെന്നും ചോദിക്കാം കേട്ടോ. സ്റ്റാർച്ചിന്റെ മോണോമർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഗ്ലൂക്കോസ് ആണ്. ആ പോയിന്റ് ആലോചിക്കുക. ഗ്ലൂക്കോസുകൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്റ്റാർച്ച് കിട്ടുന്നത്, അന്നജം നമുക്ക് കിട്ടുന്നത്. പോളിമർ ആണെന്ന് നമുക്ക് ഇവിടെ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പോളിമർ ആണ്. ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. സോ ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. കംപ്ലീറ്റ് ദ ഗിവൺ കെമിക്കൽ ഇക്വേഷൻ. താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Mg+H2O gives NGO plus ഡാഷ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഒരു ലോഹം ജലവുമായിട്ട് പ്രവർത്തിച്ചാൽ എന്ത് വാതകമാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഹൈഡ്രജൻ വാതകമാണ്. ചിലപ്പോൾ അങ്ങനെയും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോഹം ജലവുമായി പ്രവർത്തിച്ചിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഏത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇറ്റ് ഇസ് ദ ഹൈഡ്രജൻ ഗ്യാസ്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഒരു മെഗ്നീഷ്യം, 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ. ഇവിടെ നമുക്ക് ഒരു ഓക്സിജൻ ആണ്, ഒരു ഓക്സിജൻ ആണ്. ഇറ്റ് ഇസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത് ഫസ്റ്റ് ടേം പോർഷനിലെ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളത്. യെസ്, ആനുവൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താൻ കേട്ടോ. ഇവിടെ സൾഫ്യൂരിക് ആസിഡിൽ നമുക്കറിയാം H2SO4 ആണ്. അതായത് എത്ര ഓക്സിജൻ ആറ്റം ആണുള്ളത്? 4 ഓക്സിജൻ ആറ്റം ആണുള്ളത് അല്ലേ. കാരണം എന്താണ്? O4 ആണ്, 4 ഓക്സിജൻ ആറ്റം ആണ്, ഒരു സൾഫർ ആറ്റം ആണ്. ഇവിടെ നമുക്ക് 2 ഹൈഡ്രജൻ ആറ്റം ആണ്. ഇതേ ചോദ്യം വേണമെങ്കിൽ എങ്ങനെയും തരാം. 2H2SO4 എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 4 അല്ലെ. 4 2s നമുക്ക് എത്രയാണ്? 8 ഓക്സിജൻ ആറ്റം ആണ്. കാരണം ഇവിടെ നമുക്ക് 2 മോളിക്യൂൾ എന്തുണ്ട്? H2SO4 ഉണ്ട്. ഹൈഡ്രജൻ ആണെങ്കിൽ 2 2s 4 ആണ്. സൾഫർ ആണെങ്കിൽ നമുക്ക് 2 ആണ് വരുന്നത്. ഓക്സിജൻ ആണെങ്കിൽ 4 2s 8 ആറ്റംസ്, ഓക്സിജൻ ആറ്റംസ് എന്നാണ് വരുന്നത്. സോ ഈ ടോപ്പിക് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, ഡിറ്റർമിൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 5NH3. 5NH3 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക? 5 ഗുണിക്കണം, ഒരു നൈട്രജൻ ഉണ്ട്,
പ്ലസ് 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5 ഗുണിക്കണം 4, അതായത് 20 നമ്പർ ഓഫ് ആറ്റംസ് ആണെന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ പോയിന്റ്? സംശയമില്ലല്ലോ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് ദ പ്രോസസ് ബൈ വിച്ച് കോപ്പർ ഇസ് കോട്ടഡ് ഓൺ ആൻ അയൺ റിംഗ്. ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്ന പ്രവർത്തനത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു മെറ്റലിന് മുകളിൽ വേറൊരു മെറ്റൽ പൂശുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ലോഹലേപനം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. എന്താണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. വൈദ്യുത ലേപനം എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. പ്ലേറ്റിംഗ് വൈദ്യുത ലേപനമാണ്. പ്ലേറ്റിംഗ് ആണ് കേട്ടോ. TING ആണ്. ഓക്കെ, സെറ്റ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ മെറ്റൽ യൂസ്ഡ് ഇൻ ദ ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക് ബൾബ്. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നമ്മുടെ സിമ്പിൾ വരുന്നത് W എന്നാണ്. W സിമ്പിൾ വരുന്ന എലമെന്റ് ഏതാണ്? ടങ്സ്റ്റൻ ആണ് കേട്ടോ. നമ്മുടെ ഫിലമെന്റ് ബൾബിന്റെ അകത്തുള്ള ആ ഒരു ഫിലമെന്റ് ഏതാണ്? ടങ്സ്റ്റൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ സിമ്പിൾ ആണ് W എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ചൂസ് ദ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഫ്രം ദ ഫോളോവിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങളെടുത്ത തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും അതുപോലെ തന്നെ തെർമോ പ്ലാസ്റ്റിക്സും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിന്റെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്, അതിന്റെ പ്രത്യേകത ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ എക്സാമിന് പോവാം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ബേക്കലൈറ്റ് ആണ് അല്ലെ. ഏതാണ്? ബേക്കലൈറ്റ് ആണ്. നമ്മുടെ സ്വിച്ച് ബോർഡ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 എന്ന് എഴുതിയാൽ മതിയോ? പറ്റില്ല. നമ്മൾ നിർബന്ധമായിട്ടും എന്തെഴുതണം? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Magnesium plus HCl gives magnesium chloride, hydrogen gas and heat. അല്ലെ, നമുക്ക് എന്താണ്? ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് ഹീറ്റ് അഥവാ താപം തന്നിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും? ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് എക്സോതേർമിക് റിയാക്ഷൻ അല്ലേ. താപമോചക പ്രവർത്തനമാണ്. അവിടെ രാസപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് താപം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു വിടുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ എക്സോതേർമിക് റിയാക്ഷൻ അഥവാ താപമോചക രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ എങ്ങനെയും ചോദിക്കാം. ആസിഡുമായിട്ട് മെറ്റൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗ്യാസ് കിട്ടുന്നു എന്നും ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഓരോരോ ചോദ്യം ഏതൊക്കെ തരത്തിൽ ചോദിക്കുമെന്നും എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്, എന്തൊക്കെ പോയിന്റുകളാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്നും നമ്മൾ ഓരോരോ ചോദ്യത്തിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എക്സാം ഹാളിലേക്ക് പോവാൻ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോടുകൂടി നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ സാധിക്കും കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ് ചേഞ്ചസ് ദാറ്റ് ആർ പെർമനന്റ് ആൻഡ് ന്യൂ മോളിക്യൂൾസ് ഫോംഡ് ആർ കോൾഡ് ഡാഷ്. എന്താണ്? പുതിയ വസ്തുക്കൾ ഉണ്ടാവുകയും സ്ഥിരമായ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്ന രാസപ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് രാസമാറ്റം അല്ലെ. രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ചസ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. താൽക്കാലിക മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? സോൾട്ട് സൊല്യൂഷൻ ഒരു ട്രൂ സൊല്യൂഷൻ ആണ്, യഥാർത്ഥ ലായനിയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാലിന്റെ പ്രത്യേകത എന്താണ്? പാൽ എന്ന് പറയുന്നത് അതൊരു കൊളോയിഡ് ആണ് അല്ലെ. ഏതാണ്? കൊളോയിഡ് ആണ്. മിൽക്ക് കൊളോയിഡ് ആണ്, ഇങ്ക് കൊളോയിഡ് ആണ്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ദ വോളിയം ഓഫ് വാട്ടർ ഡാഷ് വെൻ ഇറ്റ് സോളിഡിഫൈസ്. എന്താണ്? ജലം ഘനീഭവിക്കുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്താണ് സംഭവിക്കുന്നത്? വ്യാപ്തം എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ആണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. സോളിഡിഫൈ ചെയ്യുമ്പോൾ, ഘനീഭവിക്കുമ്പോൾ വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. അനോമലസ് എക്സ്പാൻഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ ഡയറ്റോമിക് മോളിക്യൂൾ. ദ്വയറ്റോമിക തന്മാത്ര ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഇറ്റ് ഈസ് നൈട്രജൻ ആണ്. N2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ടർ ഇസ് യൂസ്ഡ് ഇൻ ദ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിൻസ്. ഏത് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത് കേട്ടോ. വാഹന എഞ്ചിനുകളുടെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ജലം യൂസ് ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? വെള്ളത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി കാരണമാണ് അല്ലേ. ഹൈ ഹീറ്റ് കപ്പാസിറ്റി ആണ്, ഉയർന്ന താപധാരിതയാണ് റീസൺ ആയിട്ട് വരുന്നത് കേട്ടോ. അത് ഡെഫിനിഷൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് എന്താണ്? സെലക്ട് ദ ഇലാസ്റ്റിക് പോളിമർ ഫ്രം ദ ഗിവൺ
എക്സാമ്പിൾസ്. ഏതാണ് ഇലാസ്റ്റിക് പോളിമർ എന്ന് പറയുന്നത്? നമുക്കറിയാം റബ്ബർ ആണ്. ആദ്യത്തെ ചോദ്യം തന്നെ അതായിരുന്നു അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഐഡന്റിഫൈ ദ ട്രൂ സൊല്യൂഷൻ. താഴെ തന്നതിൽ നിന്ന് യഥാർത്ഥ ലായനി ഏതെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മഡി വാട്ടർ ചളിവെള്ളം, പാല് മിൽക്ക്, സോൾട്ട് വാട്ടർ ഉപ്പുവെള്ളം, റൈസ് വാട്ടർ കഞ്ഞിവെള്ളം തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ സോൾട്ട് വാട്ടർ അഥവാ സോൾട്ട് സൊല്യൂഷൻ അഥവാ ഉപ്പുവെള്ളമാണ് എന്തായിട്ട് വരുന്നത്? യഥാർത്ഥ ലായനിയായിട്ട് നമുക്ക് വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ പോളിമർ ഫ്രം ദ ഫോളോവിങ്. താഴെ തന്നതിൽ നിന്ന് പോളിമർ ഏതെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഗ്ലൂക്കോസ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചു ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിന്റെ മോണോമർ ആണ്. അമിനോ ആസിഡിന്റെ പ്രത്യേകത എന്താണ്? പ്രോട്ടീൻ എന്ന് പറയുന്ന പോളിമറിന്റെ മോണോമർ ആണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നതിൽ നമുക്ക് പോളിമർ ഏതാണ്? ഇറ്റ് ഇസ് പ്രോട്ടീൻ ഇറ്റ്സെൽഫ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യമാണ് Mg+O2 gives MgO. What are the reactants and products in this reaction? ഈ തന്നതിൽ MgO+O2 എന്ന് പറയുന്നത് എന്താണ്? അഭികാരങ്ങളാണ്, റിയാക്ടന്റുകളാണ്. MgO എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റുകളാണ്, ഉൽപ്പന്നങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഏത് റിയാക്ഷൻ വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്കാണ്. വിച്ച് വൺ ഓഫ് ദ ഗിവൺ മെറ്റൽ റിയാക്ട്സ് മോസ്റ്റ് വിഗറസ്ലി വിത്ത് ഡൈല്യൂട്ട് HCl? നേരത്തെ HCl-യുമായിട്ട് തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. സിങ്ക്, കോപ്പറും മെഗ്നീഷ്യം, അയോൺ. ഈ 4 എണ്ണത്തിൽ ഏറ്റവും തീവ്രമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ താഴത്തെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നും നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക കേട്ടോ. ഇതേപോലെ നമ്മൾ ഇനിയും എന്ത് ചെയ്യുന്നുണ്ടോ? കോണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുക. ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തൊരു കോണ്ടന്റ് വീഡിയോ ആണിത്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എക്സാമിന് ഓൾ ദി വെരി ബെസ്റ്റ്.